വരൂ വരൂ, പാനിപ്പൂരി കഴിച്ചോളൂ. അല്ല മുത്തശ്ശി, ഇന്ന് പാനിപ്പൂരി കഴിച്ചില്ലേ? ഓ ഇല്ല മോൻ, ഉച്ച ആവുന്നല്ലേ ഉള്ളൂ. ഈ സമയത്ത് പാനിപ്പൂരി കഴിക്കോ? വീട്ടിൽ ചെന്ന് ചോറ് കഴിക്കണം. ശരി ശരി മുത്തശ്ശി, അങ്ങനെ തന്നെ ചെയ്തോളാം. നിങ്ങൾ വൈകുന്നേരം വന്നോളൂ, നിങ്ങൾക്ക് നല്ല പാനിപ്പൂരി ഞാൻ ഉണ്ടാക്കി തരാം. ഓ ഇനി വൈകിട്ട് ആര് വരാനാ? ഇവിടെയൊക്കെ ഒരുപാട് മാറി. പണ്ടൊക്കെ രാവിലെ തൊട്ട് രാത്രി വരെ തിരക്കായിരുന്നു ഇവിടെ. ഇപ്പൊ ഒരാള് പോലും ഇല്ല. ഇത് പറഞ്ഞ് അവരവിടെന്ന് പോയി. മോഹൻ അത് കേട്ട് ഭയങ്കര വിഷമമായി. മുത്തശ്ശി പറഞ്ഞത് ശരിയാ, ഇങ്ങോട്ട് ആളുകളൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഒരു പാനിപ്പൂരി പോലും വിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇനി വീട്ടിൽ ചെന്ന് ഭാര്യയോട് എന്തു പറയും? ഉച്ചയായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു. മോഹനും വീട്ടിലോട്ട് പോവായിരുന്നു. പക്ഷെ അവന്റെ മനസ്സിൽ സങ്കടമായിരുന്നു. വീട്ടിൽ ചെന്നാൽ ഉടനെ നല്ല വഴക്കാകും എന്ന് അറിയാം അവന്. ഞാനിനി വീട്ടിൽ പോയി സരളയോട് എന്തു പറയും? രാവിലെ തന്നെ എണീറ്റുണ്ടാക്കി അയച്ചതല്ലേ, പക്ഷെ ഒന്നും വിൽക്കാൻ പറ്റിയില്ല. കയ്യിൽ പൈസയില്ല. എന്താ ഇനി ചെയ്യാ? മോഹൻ വീടെത്തിയിരുന്നു. അപ്പോ ഭാര്യ സരള ചോദിച്ചു, അരിയും ഗോതമ്പും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല സരള, രാവിലെ മുതൽ ഒരു പാനിപ്പൂരി പോലും വിൽക്കാൻ പറ്റിയില്ല. വീട്ടിലൊരു തരി അരിയില്ല. പോറ്റാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? ഞാൻ നിന്നെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ചത്. പാനിപ്പൂരി വിറ്റ് എങ്ങനെയെങ്കിലും സമ്പാദിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ കച്ചവടമൊന്നും നടക്കുന്നില്ല. ചന്തയിലേക്കാണെങ്കിൽ ആരും വരുന്നുമില്ല. ഓഹോ, പറയാൻ എന്താ ഉദ്ദേശിച്ചേ? ഞാൻ അപശകുനാണെന്നോ? അല്ലല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല. എല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്നോട് നിങ്ങക്ക് ഇഷ്ടമല്ലേ ഇപ്പ? പണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുമായിരുന്നു. ഇപ്പൊ ഒരക്ഷരം കേൾക്കുന്നില്ല. എന്ത്? ഞാൻ എന്ത് കേട്ടില്ലെന്നാ പറയുന്നത്? എത്ര പ്രാവശ്യം പറഞ്ഞു 2 പശുവിനെ വിൽക്കാൻ കുറച്ച് പൈസ കിട്ടിയേനെ. ആവശ്യമില്ലാണ്ട് അതിനെ വളർത്തുക, എന്നും അതിന് തീറ്റ കൊടുക്കാൻ പുല്ലുമൊക്കെ കൊണ്ടുവരണം. അതുങ്ങൾക്ക് എപ്പോഴും ഭക്ഷണമുണ്ട്, നമുക്കൊന്നും ഇല്ല. നീ ഇതെന്തൊക്കെയാ പറയുന്നത് സരള? നിന്നെ ഞാൻ അമ്മയെപ്പോലെ കാണുന്നത്. ഞാനെങ്ങനെ നിന്നെ പട്ടിണിക്കിടും? അങ്ങനെയാണെ പശുവിന്റെ കൂടെ അങ്ങ് ജീവിച്ചോ. ഞാൻ എന്റെ വീട്ടിലോട്ടങ്ങ് പോവാ. എങ്ങനെ പോവാനാ? ബസ്സിന് പോകാൻ പോലും എൻ്റെ കയ്യിൽ കാശില്ല. എന്റെ ഈശ്വരാ, ഇങ്ങനെ കല്യാണം കഴിച്ച എന്റെ ജീവിതം നശിച്ചു എന്ന് പറയാം. എന്റെ ദൈവമേ, എന്നെ അങ്ങ് വിളിച്ചോണ്ട് പോയിക്കൂടെ? ദേഷ്യത്തോടെ സരള മുറിയിലോട്ട് പോയി. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് രത്തും പിടിയില്ല. നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ ചെറുപ്പം മുതലേ ഉള്ളതാ. നിങ്ങളെ എനിക്ക് വിട്ടുപിരിയാൻ പറ്റില്ല. പണത്തിന് വേണ്ടി നിങ്ങളെ വെക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. ഒരിക്കലും ഞാനത് ചെയ്യില്ല. പശുവിന്റെ അടുത്ത് കുറച്ചേരം സംസാരിച്ച് മോഹൻ വണ്ടിയെടുത്ത് പാനിപ്പൂരി വിൽക്കാൻ പോയി. വരൂ വരൂ, പാനിപ്പൂരി കഴിക്കൂ. കുറച്ചേരം കാത്തിരുന്നു കഴിഞ്ഞപ്പോ മോഹന്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി വന്നു. ചേട്ടാ, പാനിപ്പൂരി എത്ര രൂപയാ? വരൂ ചേച്ചി, 10 രൂപയ്ക്ക് 4 പാനിപ്പൂരി തരാം. അല്ല, നിങ്ങൾക്ക് വേണ്ടി 5 എണ്ണം തരാം. ശരി ചേട്ടാ, തരൂ. മോഹൻ പാനിപ്പൂരി കൊടുത്തു. പക്ഷെ അവൾ കഴിച്ചപ്പോ തന്നെ ഒരുമാതിരിയായി. ഇതെന്താ ചേട്ടാ, പാനിപ്പൂരി ഫ്രഷ് അല്ലേ? കഴിച്ചപ്പോ തന്നെ കല്ല് പോലെ ഇരിക്കുന്നു. ചേച്ചി, ഇത് 2 ദിവസം മുമ്പേ ഉണ്ടാക്കിയതാ. പക്ഷേ പൈസ മേടിച്ചിട്ട് ചീത്ത പാനിപ്പൂരിയാണോ തരണേ? എനിക്കൊന്നും നിങ്ങളുടെ പാനിപ്പൂരി വേണ്ട. ഇന്നാ 10 രൂപ. ഇന്നെന്തായാലും 10 രൂപ കിട്ടിയല്ലോ. രാത്രിക്കുള്ള ഭക്ഷണത്തിന് ഇത് മതിയായിരിക്കും. അല്ല, വീടിനകത്ത് നിന്ന് മട്ടന്റെ വാസനയാണല്ലോ വരുന്നത്. മോഹൻ അടുക്കളയിൽ പോയി നോക്കിയപ്പോ സരള മട്ടനും ചോറും ഉണ്ടാക്കുന്നു. എന്ത് സാറല്ലേ ഇത്? എന്താ ചെയ്യുന്നത്? വായോ, ഞാൻ മട്ടൻ ഉണ്ടാക്ക. നല്ല മണം വരുന്നില്ലേ? പെട്ടെന്ന് പോയിട്ട് കയ്യും കാലും കഴുകിട്ട് വാ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം. പക്ഷെ മോഹന് അപ്പോഴും ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അതൊക്കെ ശരി തന്നെ സാറല്ല. പക്ഷേ മട്ടൻ വാങ്ങാൻ കാശ് എവിടുന്ന് കിട്ടി? നിന്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടായിരുന്നോ? ആ, അങ്ങനെ അങ്ങ് വിചാരിച്ചോ. കൊറേ പൈസ കിട്ടി. 2-3 മാസത്തേക്ക് ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതെ സാറല്ല, നീ ഈ വീടിന്റെ ലക്ഷ്മിയാണ്. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഭക്ഷണം താ. രാവിലെ ആയപ്പോ പശുത്തൊഴുത്തിൽ പോയി മോഹൻ നോക്കിയപ്പോ അവിടെ കാണുന്നില്ല അവന്റെ ജ്യോതിനെയും മോത്തിനെയും. അല്ല മോദി, ജ്യോതി, നിങ്ങൾ രണ്ടുപേരും എവിടെ പോയി? എന്നെ വിട്ടു പോയോ? മോദി, ജ്യോതി. ഒന്ന് ശാന്തമായിരിക്കെ, രാവിലെ തന്നെ ഉറക്കം കളഞ്ഞു മനുഷ്യന്റെ. സാറല്ല, എന്റെ മോദിയും ജ്യോതി എവിടെ? ഞാനതങ്ങ് വിറ്റു. എന്ത് വിറ്റെന്നോ? വിറ്റെന്ന് പറഞ്ഞാ വിറ്റു. പാല് തരാത്ത പശുവിനെ എന്തിനാ വെറുതെ ഇവിടെ ഇരുത്തണേ? നീ ചെയ്തത് ശരിയല്ലേ സാറല്ല? എന്തിനാ വിറ്റത്? പറയേ. ബിർജു എന്ന് പറഞ്ഞ ആൾക്കാ വിറ്റെ. പണം താ, എനിക്ക് ആ പണം താ. ഞാൻ രണ്ടുപേരെ ഉടനെ തന്നെ കൊണ്ടുവരാം. കാശോ? അതങ്ങ് മറന്നേക്ക്. അതെന്റെ പൈസയാ. അവരെ വേണമെങ്കിലേ സ്വന്തമായിട്ട് ഉണ്ടാക്ക്. മോഹൻ നേരെ ബിർജു വ്യാപാരിയുടെ അടുത്ത് പോയി നോക്കിയപ്പോ അദ്ദേഹം ഒരു കാളവണ്ടി ഉണ്ടാക്കിയിരിക്കുന്നു. ആ കാളവണ്ടിയിൽ മോത്തിനെയും ജ്യോതിനെയും കെട്ടിയിട്ടിരിക്കുന്നു. ബിർജു ചേട്ടന്റെ മോദിയും ജ്യോതിയും എനിക്ക് തിരിച്ചു തരണം. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഞാൻ രൂപ 30,000 കൊടുത്താ ഇവറ്റകളെ വാങ്ങിയത്. നീ 50,000 തന്നിട്ട് ഈ വണ്ടിയും കൂടി ചേർത്ത് കൊണ്ടുപോക്കോ. എന്ത് 50,000? എന്റെ കയ്യിൽ അത്രയും പൈസയില്ല. എങ്കിൽ പിന്നെ നിന്റെ വീടിന്റെ ആധാരം കൊണ്ടുവാ. ശരി അങ്ങുന്ന, ഞാൻ പെട്ടെന്ന് പോയി വീടിന്റെ ആധാരം കൊണ്ടുവന്ന് അത് തിരിച്ചെടുത്തുകൊള്ളാം.
ശരി, 3 മാസം ഞാൻ നിനക്ക് സമയം തരാം. അതിനുള്ളിൽ പൈസ തിരിച്ചു തന്നില്ലെങ്കിൽ വീട് ഞാൻ ജപ്തി ചെയ്യും. മോഹൻ അവന്റെ വീടിന്റെ ആധാരം കൊടുത്തു. കാളവണ്ടി ഉൾപ്പെടെ മോത്തിനെയും ജ്യോതിനെയും വീട്ടിൽ കൊണ്ടുവന്നു. വീട് പണയം വെച്ചു എന്ന് അറിഞ്ഞ് സർല ഉണ്ടായിരുന്ന പൈസയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോയി. മോഹന്റെ അടുത്ത് മോത്തിയും ജ്യോതി അല്ലാണ്ട് വേറെ ആരുമില്ലായിരുന്നു. എന്റെ ദൈവമേ, ഇനി ഞാൻ 50,000 ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു വഴി അടയുമ്പോ വേറൊരു വഴി തുറന്നു തരുമെന്ന്. നമ്മൾ സമാധാനത്തോടെ നേർവഴി കണ്ടെത്തുക. പാനിപൂരി കഴിക്കൂ, പാനിപൂരി. 2 മണിക്കൂറിനുള്ളിൽ മോഹന്റെ എല്ലാ പാനിപ്പൂരിയും തീർന്നു. അല്ല, എനിക്ക് ഇത്രയും കച്ചവടം ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. വളരെ സന്തോഷമായി. മോഹന്റെ ഈ ഐഡിയ ഹിറ്റായി. അവ മുഴുവൻ ഗ്രാമത്തിൽ കാളവണ്ടി പാനിപ്പൂരി എന്ന പേരിൽ അറിയപ്പെട്ടു. കാളവണ്ടി കാരണം അവൻ അടുത്തുള്ള ഗ്രാമത്തിലൊക്കെ പോയി പാനിപ്പൂരി വിൽക്കാനും പറ്റി. അങ്ങനെ 1.5 മാസം കൊണ്ട് 50,000 രൂപയുണ്ടാക്കി സ്വന്തം വീടും തിരിച്ചു പിടിച്ചു. അതിനുശേഷം അവൻ വലിയ പണക്കാരനുമായി. അത് കണ്ട് സരള തിരിച്ചു വന്നു. പക്ഷെ മോഹൻ പറഞ്ഞു, ഭർത്താവിന്റെ വിഷമങ്ങളിൽ കൂടെ നിൽക്കുന്നവളാണ് ഭാര്യ. പക്ഷെ നീ അങ്ങനെ ചെയ്തില്ല. നിനക്കെന്റെ കൂടെ നിൽക്കാൻ അർഹതയില്ല. അതിനുശേഷം മോഹൻ ജ്യോതിയും മോത്തിയിലും കൂടെ തന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. സുമൻ ദില്ലിയിൽ താമസിക്കുന്നു. അവളുടെ അച്ഛന് ചാട്ടിന്റെ വ്യാപാരമായിരുന്നു. സുമനും അച്ഛനെ ഈ ഒരു കാര്യത്തിൽ സഹായിക്കും. അച്ഛാ, ഇന്നാ എല്ലാ ഗോൾഗപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്, വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. മധുര ചട്നി അച്ഛൻ ഉണ്ടാക്കണം. ഞാൻ പച്ച ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. മോളെ സുമൻ, എല്ലാ ജോലിയും നീ തന്നെ ചെയ്യണ്ട. അതെനിക്കൊരു ശീലമായി തീരും. കുറച്ചു നാൾ കഴിഞ്ഞ് നീ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകും. പിന്നെ നീയില്ലാതെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാതാകും. അതുകൊണ്ട് നീ അധികം ജോലി ചെയ്യണ്ട. മതി കരഞ്ഞത്. സുമൻ, നീ തന്നെ നിന്റെ അച്ഛനെ ഒന്ന് നോക്ക്. ഒരിത്തിരി സമയം കിട്ടിയാ അങ്ങ് വിഷമിച്ചോളും. അച്ഛാ, ഞാൻ അച്ഛനെ ഇട്ടിട്ട് എങ്ങോട്ടും പോവില്ല. എനിക്ക് കല്യാണം കഴിക്കണ്ട. എനിക്ക് അച്ഛനും അമ്മയില്ലാതെ ജീവിക്കാൻ എന്തായാലും പറ്റൂല. ഇല്ല മോളെ, അങ്ങനെ പറയരുത്. പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകണം. കേശവും എടുക്കനാ. അവിടെ നിനക്ക് സന്തോഷമായിരിക്കും. അവളുടെ കല്യാണം സൂരറ്റിലൊരു പയ്യനുമായി ഉറപ്പിച്ചു. 1 മാസം കഴിഞ്ഞാൽ അവളുടെ കല്യാണമാണ്. അതുകൊണ്ട് തന്നെ സുമന് വേറൊരു നാട്ടിൽ അച്ഛനും അമ്മയും ഇട്ടിട്ട് പോവാൻ ഭയങ്കര വിഷമമായിരുന്നു. സുമൻ മൂത്തതായിരുന്നു. ഒരു ഇളയ അനിയനുണ്ടായിരുന്നു. അവൻ പഠിക്കുകയാണ്. പതുക്കെ പതുക്കെ 1 മാസം കഴിഞ്ഞു. സുമന്റെ കല്യാണം എത്തി. സുമന്റെ അച്ഛനും അമ്മയും നല്ല രീതിയിൽ തന്നെ അവളെ കല്യാണം കഴിപ്പിച്ചു വിടും. കല്യാണം കഴിഞ്ഞ് സുമൻ ദില്ലിയിൽ നിന്നും സൂരറ്റിലേക്ക് വരും. സുമന്റെ ഭർത്താവ് കേശവ് ഒരു ഗ്യാരേജിൽ വണ്ടി ശരിയാക്കുന്ന ജോലിയായിരുന്നു. സുമന് നല്ല വിവരമുണ്ട്. ഭർത്താവിന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തു. മതി മരുമോളെ, ഇനി എനിക്ക് റൊട്ടി വേണ്ട, മോന് കൊടുത്തേരെ. ഒരു റൊട്ടി മതി എനിക്ക്. വയറിപ്പോൾ തന്നെ നിറഞ്ഞു. നല്ല സ്വാദിഷ്ടമായ റൊട്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടുതലാ കഴിച്ചത്. എവിടെ അമ്മ, ആകെ 2 ചപ്പാത്തി എന്ന് പറയണ ഒരു വായ്ക്കേ ഉള്ളൂ. ഞാൻ വന്നില്ലേ, ഇനി ചൂട് ചൂട് റൊട്ടി എന്നും എന്റെ അമ്മയ്ക്ക് ഞാൻ ഉണ്ടാക്കി തരും. ഒരടവും നടക്കൂല. മോളെ, ഞങ്ങളുടെ ഭാഗ്യം തന്നെയാ. അതുകൊണ്ടാ നിന്നെ മരുമോളായിട്ട് കിട്ടിയത്. നന്നായിരിക്കെ. അതെ, നിങ്ങളുടെ ടിഫിൻ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് പിടിക്ക്. ഞാൻ 2 മിനിറ്റിനുള്ളിൽ വരാം. ആ ശരി, ഞാൻ പുറത്ത് ബൈക്കിന്റെ അടുത്ത് കാണും. അമ്മ, വേറെന്തെങ്കിലും സാധനം മേടിക്കണോ? എഴുതിയതൊക്കെ മതി മോളെ. വേറെ എന്തെങ്കിലും നിനക്ക് വേണമെങ്കിൽ അങ്ങ് വാങ്ങിച്ചോ. ശരി, ഞാനപ്പോ കുറച്ച് കഴിഞ്ഞ് വരാം. സുമൻ കേശവിന്റെ കൂടെ മോട്ടോർ സൈക്കിളിരുന്ന് മാർക്കറ്റിൽ പോകും. സുമൻ, കടയിൽ പിന്നീട് പോകാം. നീ ഒറ്റയ്ക്ക് എങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോകുന്നേ? നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ ഓട്ടോയിൽ പൊക്കോളാം. കേശവ് അവളെ മാർക്കറ്റിൽ വിട്ട് ഗ്യാരേജിലോട്ട് പോവുകയായിരുന്നു. എവിടുന്നോ അവന്റെ മോട്ടോർ സൈക്കിളിന്റെ മുമ്പിൽ ഒരു കല്ല് വന്ന് വീഴും. കേശവിന്റെ മോട്ടോർ സൈക്കിൾ ആ കല്ലെ ഇടിച്ച് കേശവ് താഴെ വീണുപോകും. നല്ല പരിക്കേറ്റിട്ടുണ്ട് അവന്. സുമൻ കുറച്ചു ദൂരെ പോയുള്ളൂ. എന്റെ ദൈവമേ, ഇതെന്താ സംഭവിച്ചത്? ചേട്ടാ, ഒന്ന് സഹായിക്കാമോ? വിഷമിക്കണ്ട, എല്ലാം ശരിയാക്കാം. കുറച്ചുപേരെ വന്ന് സുമനെ സഹായിച്ച് കേശവനെ ആശുപത്രിയിൽ കൊണ്ടാക്കും. ഡോക്ടർ കേശവിനെ ചികിത്സിക്കാൻ തുടങ്ങും. കുറച്ചേരം കഴിയുമ്പോൾ കേശവിന് സുഖം തോന്നും. വലിയൊരു പരിക്കൊന്നും പറയാനില്ല. പക്ഷെ കേശവിന്റെ കാലിന്റെ എല്ല് പൊട്ടി. 2 ദിവസം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തി. എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ. കാലിനൊരു ഫ്രാക്ചറല്ലേ ഉള്ളൂ. റെസ്റ്റ് ചെയ്താൽ റെഡിയാകുമല്ലോ. വിഷമിക്കണ്ട. ഞാൻ നിന്റെ അമ്മയല്ലേ മോനെ. നിനക്കറിയില്ലല്ലോ, ഒരു ചെറിയ മുറിവ് മക്കൾക്ക് വന്ന അമ്മയ്ക്ക് എത്ര വേദനിക്കുമെന്ന്. നിനക്കാണേ വലിയ പരിക്കായേറ്റത്. കുറച്ച് ദിവസത്തേക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല. ഇനി അങ്ങോട്ട് പോവണ്ട. ഡോക്ടർ 6 മാസത്തെ റെസ്റ്റാ പറഞ്ഞേക്കണേ. നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. കാശിന്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യാം. അപ്പൊ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പോഴേക്ക് സുമന്റെ അച്ഛനും അമ്മയും അവിടെ എത്തുന്നു. സുമൻ ഫോണിൽ കേശവിന്റെ ആക്സിഡന്റ് കാര്യം കേട്ടപ്പോ അവർക്കങ്ങ് ഇരിക്കപ്പുറതിയില്ലാണ്ടായി. മോനെ, പൈസയെക്കുറിച്ചോർത്ത് വിഷമിക്കണ്ട. ഞാൻ ഇവളെ ചാട്ടുണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മോളെ,
നീ ഇവിടെ ഗോൽക്കപ്പയുണ്ടാക്കി കച്ചവടം ചെയ്യുക. ഉറപ്പായും വിജയിക്കും. ഞാനും തൽക്കാലം നിൽക്കാം. എല്ലാം ശരിയായി കഴിയുമ്പോൾ ഞാൻ മടങ്ങിപ്പോയിക്കോളാം. ആ അച്ഛാ, അത് നന്നായിരിക്കും. ദില്ലിയിലുള്ള ഗോൽഗപ്പ ഇവിടെ നന്നായിട്ട് വിറ്റുപോകും. ഇവിടെയാണെങ്കിൽ അടുത്തൊന്നും ആരും ദില്ലിയിലെ ഗോൽഗപ്പ വിറ്റ് ഞാൻ കണ്ടിട്ടില്ല. കേശവ് മോനെ, നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. അച്ഛനും ഞാനും കുറച്ചു ദിവസം ഇവിടെ നിൽക്കാം. ശരി അമ്മേ, ശരി അച്ഛാ. നിങ്ങൾ എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇങ്ങനത്തെ മരുമോളും അച്ഛനും അമ്മയൊക്കെ ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടൂ. സുമന്റെ അമ്മായിയമ്മയുടെ കണ്ണിൽ കണ്ണുനീര് വന്നു. കേശവനും അമ്മായിയച്ഛനും അമ്മായിയമ്മയും വന്നപ്പോൾ ധൈര്യം കിട്ടിയതുപോലെയായി. സുമൻ അച്ഛന്റെ കൂടെ ചേർന്ന് ഉന്തുവണ്ടിയിൽ ഗോൽഗപ്പയുടെ വ്യാപാരം തുടങ്ങി. അതിലെഴുതിയിരുന്നത് ദില്ലി വാലെ ഗോൽഗപ്പേ. ഗോൽഗപ്പ ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത്? സൂററ്റിലാണെ പാനിപ്പൂരി തിന്നാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് കണ്ട് സുമനും അച്ഛനും ചേർന്ന് ഗോൽഗപ്പയുടെ ഒരു സ്റ്റോള് തുടങ്ങി. അവരുണ്ടാക്കുന്ന ഗോൽഗപ്പ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങി. മോളെ, നീ ഒറ്റയ്ക്ക് കച്ചവടം ചെയ്യാറായി. അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോകുക. നിന്റെ അനിയനിപ്പോൾ അവിടെ തനിച്ചല്ലേ ഉള്ളത്? അവൻ ഒറ്റയ്ക്കല്ലേ? ഞങ്ങൾ എന്തായാലും തിരിച്ചു പോകുക. അതെ അച്ഛാ, സൂരജ് ഒരുപാട് ദിവസമായിട്ട് ഒറ്റയ്ക്കല്ലേ. അച്ഛനാണെങ്കിൽ ദില്ലിയിലെ വ്യാപാരം നോക്കണ്ടേ? അതും കുറച്ചു ദിവസമായിട്ട് അടഞ്ഞു കിടക്കുകയല്ലേ. ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം. അച്ഛൻ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. സുമന്റെ അച്ഛനും അമ്മയും തിരിച്ച് ദില്ലിയിലോട്ട് പോകും. അവര് വന്നിട്ട് ഒരുപാട് ദിവസമായിരുന്നു. ഇപ്പൊ എന്നും സുമൻ ഒറ്റയ്ക്ക് തന്നെ ഗോൽഗപ്പയുടെ വ്യാപാരം ചെയ്യുന്നു. അവൾ എന്നും രാവിലെ എണീറ്റ് ഗോൽഗപ്പയുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് മാർക്കറ്റിൽ പോകും. എന്ന് പറഞ്ഞാൽ എന്താ ചേച്ചി, നിങ്ങൾ ഉണ്ടാക്കുന്ന ഗോൽഗപ്പ ഒരു രക്ഷയില്ല. ഞങ്ങൾ കൂട്ടുകാരികൾ ചേർന്ന് ഇവിടെ വരുന്നതേ ഈ ഗോൽഗപ്പ തിന്നാൻ വേണ്ടി തന്നെയാ. അത് ശരിയാണ് ചേച്ചി, നല്ല രുചിയാണ് ഗോൽഗപ്പയ്ക്ക്. അതിന്റെ കൂടെ മധുരമുള്ള വെള്ളം നന്നായി തന്നെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതുപോലെ എന്നെ പ്രശംസിച്ചാൽ എനിക്ക് ജോലി ചെയ്യാൻ നല്ല ഉത്സാഹമായിരിക്കും. ഇന്ന 2 ഗോൽഗപ്പ സന്തോഷത്തിന് ഇരിക്കട്ടെ, കഴിച്ചോ. സുമൻ എന്നും വൈകുന്നേരം ആവുമ്പോൾ ഗോൽഗപ്പയുടെ വ്യാപാരം ചെയ്യും. പതിയെ പതിയെ സുമന്റെ ഗോൽഗപ്പയെ സൂരറ്റിൽ അങ്ങ് പ്രശസ്തിയായി. ഇപ്പൊ അവക്ക് കല്യാണത്തിന്റെയും പാർട്ടിയുടെ ഓർഡർ കിട്ടാൻ തുടങ്ങി. സുമനെ സഹായിക്കാൻ അമ്മായിയമ്മയും കുറവൊന്നും നിന്നില്ല. എവിടെയെങ്കിലും കല്യാണത്തിന്റെയോ പാർട്ടിയുടെ ഓർഡർ കിട്ടിയാൽ സുമൻ അവളുടെ അമ്മായിയമ്മയുടെ കൂടെ പോകും. എന്നിട്ട് അവിടെ ഒരു സ്റ്റോൾ ഇടും. സ്റ്റോളിൽ എഴുതിയേക്കുന്നത് ദില്ലി വാലെ ഗോൽഗപ്പ എന്ന് കാണുമ്പോൾ ആൾക്കാരൊക്കെ ചാടി ആദ്യം ഇങ്ങോട്ട് തന്നെ വരും. ഒരുപാട് പൈസ ഉണ്ടാക്കി സുമൻ. എന്നിട്ട് സുമൻ ഒരു ദിവസം ഭർത്താവിന്റെ അടുത്ത് അമ്മയമ്മ അടുത്ത് പറഞ്ഞു, കേൾക്കൂ, ഇപ്പൊ നിങ്ങളുടെ അസുഖത്തിന് ഇച്ചിരി മാറ്റമൊക്കെ ഇല്ലേ? ഞാൻ പറയുകയാണെങ്കിൽ ഗ്യാരേജിലെ പണിയങ്ങ് വിട്. നമുക്ക് ഗോൽഗപ്പയുടെ കടയങ്ങ് തുടങ്ങാം. ഇപ്പോഴാണേ നമ്മുടെ കയ്യിൽ നിറച്ച് പൈസ ഉണ്ടല്ലോ. കുറച്ച് ജോലിക്കാരെയും വെക്കാം. സുമൻ, നീ എന്റെ ജീവിതമേ മാറ്റിമറിച്ചു. നീയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ ഒരുപാട് സന്തുഷ്ടനാണ്. നീ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാം. നന്നായിരിക്കണ്ടേ മക്കളെ. സുമൻ കഷ്ടപ്പെട്ടതുകൊണ്ട് എല്ലാം നന്നായി തന്നെ നടന്നു. കേശവും സുമനും മാർക്കറ്റിൽ തന്നെ ഒരു കട വാടകയ്ക്കങ്ങെടുക്കും. അതിന്റെ കൂട്ടത്തിൽ തന്നെ അവര് ജോലി ചെയ്യാൻ 2 ജോലിക്കാരെയും നിയമിക്കുകയും ചെയ്യും. പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നും പോയിരിക്കും. ബുദ്ധിമുട്ട് വരുമ്പോൾ ഒളിച്ചോടാനല്ല, അതിനെ നേരിടാൻ വേണം ശ്രമിക്കേണ്ടത്. എന്നാൽ ജീവിതം നന്നായി തന്നെ പോവും. ആരൊക്കെയാണോ പ്രശ്നങ്ങളെ നേരിടുന്നത് അവർക്കേ ജയമുണ്ടാവുകയുള്ളൂ. ഇവിടെ ദാ സുമൻ ചെയ്ത പോലെ. അവൾ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒളിച്ചോടിയില്ല, അതിനെ നേരിടുകയാണ് ചെയ്തത്. Thanks for watching.